അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 10ാം ക്ലാസ് പൊതുപരീക്ഷ എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമുക്ക് ഫിഖ്ഹിലെ ഓരോ പാഠത്തിലെയും വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പരിചയപ്പെട്ടു പോകാം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാകുന്നതും അത് ശ്രദ്ധിക്കുന്നതും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ചോദ്യങ്ങൾ അകത്തു നിന്നും ഞാൻ പറയുന്നതല്ലാതെ പാഠഭാഗത്തിൻ്റെ മറ്റു ചെറിയ ചെറിയ ഭാഗങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി വീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്ന് ഉറപ്പാണ്. ഒന്നാമത്തെ പാഠം അൽ വദീഅ. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വദീഅ എന്നാൽ എന്ത് എന്നുള്ളതാണ്. വദീഅത്ത് എന്നാൽ എന്ത്? അൽ വദീഅത്തു അഖ്ദുൻ യഖ്തളിൽ ഇസ്തിഹ്ഫാൽ. ഈ ചോദ്യം ഇങ്ങനെ അരിഫ് എന്ന് പറഞ്ഞു വരാം. തഗ്രീഫ് എഴുതാൻ അഥവാ ഡെഫിനിഷൻ എഴുതാൻ വദീഅ എന്നാൽ എന്ത് എന്ന് ആ രീതിയിൽ വരാം. അല്ലെങ്കിൽ അൽ വദീഅത്തു അഖ്ദുൻ ഡാഷ് എന്ന് പൂരിപ്പിക്കാനുള്ള രീതിയിൽ വരാം. അല്ലെങ്കിൽ അൽ വദീഅത്തു എന്നൊരു ഭാഗത്ത് നൽകിയിട്ട് അഖ്ദുൻ യഖ്തളി ഇസ്തിഫാല മറുഭാഗത്ത് നൽകി അതിൽ നിന്ന് എടുത്തെഴുതാനുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അവിടെയും ഉണ്ടാവാം. അപ്പോൾ ഏത് രീതിയിൽ വന്നാലും നമുക്ക് ആ ചോദ്യത്തിന് ആൻസർ ചെയ്യണമെങ്കിൽ അൽ വദീഅത്തു അഖ്ദുൻ യഖ്തളി ഇസ്തിഫാല എന്ന അറബി തന്നെ നമ്മൾ പഠിച്ചു വെക്കുക. വദീഅത്ത് എന്നാൽ സൂക്ഷിക്കാൻ ആവശ്യപ്പെടുന്ന ഒരിടപാട്. അതിനോട് കൂടെ തന്നെ ഒരു ആയത്ത് നൽകിയിട്ടുണ്ട്. ആ ആയത്തും അതിനർത്ഥവും നമ്മൾ പഠിക്കണം. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ. അമാനത്തുകൾ അതിൻ്റെ അഹ്ലുകാർക്ക്, അതിൻ്റെ ഉടമസ്ഥർക്ക് തിരിച്ചു നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് കൽപ്പിക്കുന്നു. ആ അർത്ഥവും അതിൻ്റെ അറബിയും ആ ആയത്തും പഠിച്ചു വെക്കുക. അതിനോട് കൂടെ തന്നെ ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ഒരു ഹദീസ്, അദ്ദിൽ അമാനത ഇലാ മൻ ഇഅ്തമനക വലാ തഖുൻ മൻ ഖാനക. നിങ്ങൾ അമാനത്തിനെ അത് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ നൽകിയവർക്ക് തിരിച്ചു നൽകുക. നിങ്ങളെ വഞ്ചിച്ചവരെ നിങ്ങൾ വഞ്ചിക്കരുത് എന്നർത്ഥം വരുന്ന ഒരു ഹദീസും അവിടെയുണ്ട്. അപ്പോൾ ആ ഹദീസ്, ആയത്ത്, അതുപോലെ അതിൻ്റെ അർത്ഥങ്ങൾ, വദിയത്ത് എന്നാൽ എന്ത്, ഇത്തരം കാര്യങ്ങൾ അഥവാ ഫസ്റ്റ് പാരഗ്രാഫ് മുഴുവൻ പഠിക്കാനുള്ളതാണ്. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിൽ ഫസ്റ്റ് ഒരു പോയിൻ്റ് പറയുന്നുണ്ട്. അഥവാ മൂല്യമുള്ളൊരു വസ്തു രണ്ടാളൊരു ആളുടെ ഭാഗത്തു നിന്നുള്ള വാക്ക് കൊണ്ട് മറ്റേ ആളിൽ നിന്ന് മടക്കം അല്ലെങ്കിൽ റദ്ദ് കൂടാതെ ഒരാളെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കൽ ശരിയാകും എന്നുള്ളൊരു പോയിൻ്റ് മനസ്സിലാക്കി വെക്കുക. അതുപോലെ അടുത്ത പാരഗ്രാഫിൽ വലാ യളുമനുൽ വദിഉ ഇല്ലാ ബി തഖ്സീർ. ആ അറബി നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണം. വലാ യളുമനുൽ വദിഉ ഇല്ലാ ബി തഖ്സീർ എന്ന് പറഞ്ഞാൽ വീഴ്ചകൾ കൊണ്ടല്ലാതെ വദിഅ ഉത്തരവാദി ആവുകയില്ല. ഒരാളുടെ അടുക്കൽ നമ്മൾ ഒരു വസ്തു സൂക്ഷിക്കാൻ ഏൽപ്പിക്കുമ്പോൾ അയാളുടെ അടുക്കൽ നിന്ന് വീഴ്ച ഉണ്ടായാൽ മാത്രമുള്ളൂ അയാൾ ആ വസ്തുവിന് ഉത്തരവാദിയാവുകയുള്ളൂ. അപ്പോൾ ആ വീഴ്ചകൾ എന്തൊക്കെയെന്ന് പറയുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ അറബി നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. വീഴ്ചകൾ എന്തൊക്കെയെന്നുള്ളത് 2-3 നമുക്ക് മനസ്സിലാക്കാം. 1, ഉടമസ്ഥൻ്റെ അവകാശമില്ലാതെ മറ്റൊരാൾക്ക് കൈമാറുക. 2, സൂക്ഷിക്കേണ്ട സ്ഥലമല്ലാത്ത സ്ഥലത്ത് സൂക്ഷിക്കുക. 3, അതിനെ നശിപ്പിക്കുന്ന വസ്തുക്കളെ തൊട്ട് തടയാതിരിക്കുക. ഇങ്ങനെ 2-3 പഠിച്ചു വെച്ചാൽ അത് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരാളുടെ കയ്യിൽ സൂക്ഷിക്കാൻ വസ്തു നൽകിയാൽ ആ സ്വീകരിച്ച ആൾ, ആ വസ്തുവിനെ സ്വീകരിച്ച ആൾ, അദ്ദേഹം വല്ല വീഴ്ചയും സംഭവിച്ചാൽ മാത്രമേ ഉത്തരവാദിയാവുകയുള്ളൂ. ആ വീഴ്ചകളിൽ പെട്ട 2-3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരാളുടെ അടുക്കൽ ഒരു സൂക്ഷിപ്പ വസ്തു ഉണ്ട്. ആരോ നൽകിയ ഒരു വസ്തു ഒരാളുടെ അടുക്കലുണ്ട്. അദ്ദേഹത്തിന് അറിയാം ഇത് ആരോ സൂക്ഷിക്കാൻ നൽകിയതാണെന്ന്. പക്ഷേ ആരാണ് നൽകിയത് എന്ന് അറിവില്ല. അങ്ങനെ വന്നാൽ ആ വസ്തു എന്ത് ചെയ്യണം? അതാണ് അവസാന പാരഗ്രാഫിൽ പറയുന്നത്. വലം യഗ്രിഫ് സ്വാഹിബഹ. അതിൻ്റെ ഉടമസ്ഥനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? അത് മുസ്ലിങ്ങളുടെ പൊതു ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം. പക്ഷെ അതിന് മുമ്പായിട്ട് ഒരു അന്വേഷണം നടത്തണം. ആ അന്വേഷണത്തിന് ശേഷവും ആളെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പൊതു
ആവശ്യങ്ങൾക്ക്, മുസ്ലിങ്ങളുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യവും ആ പാഠത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒന്നാമത്തെ പാഠത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയുമാണുള്ളത്. ബാക്കിയുള്ളത് നിങ്ങൾ പാഠം വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തെ പാഠം അശ്ശിർക്കത്തു. ഷിർക്കത്ത് എന്നാൽ എന്ത്? ഹിയ സുബൂത്തുൽ ഹഖി ഫി ഷൈഇൻ ലി അക്സറ മിൻ വാഹിദിൻ അലാ ജിഹത്തി ശുയൂഇ. വ്യാപകമായ ഭാഗത്തുകൂടെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു വസ്തുവിൽ അവകാശം സ്ഥാപിക്കുന്നതാണ് ഷിർക്കത്ത്. ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു വസ്തുവിൽ അവകാശം സ്ഥാപിക്കുന്നതാണ് ഷിർക്കത്ത്. നമ്മൾ ഷെയർ എന്നൊക്കെ പറയുന്ന സംഭവം. ഇവിടെ ഒരു ഖുദ്സിയായ ഹദീസ് പറയുന്നുണ്ട്. അന സാനിസു ശരീകൈനി മാലം യഖുൻ അഹദുഹുമാ സ്വാഹിബഹു ഫൈദാ ഖാനഹു ഖറജ്തു മിൻ ബൈനിഹിമ. അഥവാ രണ്ട് പേര് ഒരു വസ്തുവിൽ പങ്കായി ഒരു കാര്യം ഒരുമിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മൂന്നാമതായിട്ട് ഞാനുണ്ടാവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിൽ നിന്ന് ഒരാളെ വഞ്ചിക്കുന്നത് വരെ, വഞ്ചിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് അള്ളാഹു പുറത്തു പോകും എന്ന് പറഞ്ഞാൽ, രണ്ടാൾ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഷെയർ ചെയ്ത് ഷിർക്കത്ത് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നതും ഒരു കച്ചവടം നടത്തുന്നതാണെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യമാണ്. അവർ തമ്മിൽ ഒരു വഞ്ചന നടത്തി കഴിഞ്ഞാൽ ആ അള്ളാഹുവിൻ്റെ സഹായം അവിടെ ഉണ്ടാവുകയില്ല എന്നാണ് ആ ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഷിർക്കത്ത് നൗആനി, ഷിർക്കത്ത് രണ്ട് വിധമുണ്ട്. അതിൽ ഒന്ന് സാബിത്തുൻ ബി സബബി മിൽക്കി സ്നൈനി മുസ്തറക്കൻ ബി ഇർസിൻ ഔ ഷിറായിൻ. അഥവാ വാങ്ങൽ കൊണ്ടോ അനന്തരാവകാശം എടുക്കൽ കൊണ്ടോ രണ്ടാളുകൾ ഒരു വസ്തുവിൽ ഉടമസ്ഥാവകാശം ഉണ്ടാവുക. അവർ രണ്ടുപേരും കൂടെ വാങ്ങിയതാവാം, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ മക്കൾക്ക് ഉപ്പാൻ്റെ അനന്തരാവകാശം കിട്ടിയിട്ട് അങ്ങനെ രണ്ടുപേർക്കും കൂടി ഷെയറായി കിട്ടിയതാവാം. എങ്ങനെയായാലും വാങ്ങിയൽ കൊണ്ടോ അല്ലെങ്കിൽ അനന്തരാവകാശം കൊണ്ടോ രണ്ട് പേര് ഒരു വസ്തുവിൽ അവകാശം ഉണ്ടാവുന്നതാണ് അതിൽ ഒന്നാമത്തെ ഇനം, ഷിർക്കത്തിൽ ഒന്നാമത്തെ ഇനം. ഷിർക്കത്തിൽ രണ്ടാമത്തെ ഇനമുണ്ട് എന്ന് പറഞ്ഞതിൽ രണ്ടാമത്തെ ഇനം ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിൽ ശരിയായത് ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷിർക്കത്തിലെ രണ്ടാമത്തെ വിഭാഗത്തിൽ ശരിയായത് ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഉത്തരം എഴുതേണ്ടി വരും. അൻ യസ്തരിക സ്നാനി ഫി മാലിൻ ലഹുമ ലിയത്തജിറാ ഫീഹി. അഥവാ രണ്ട് പേര് കച്ചവടം നടത്താൻ വേണ്ടി ഒരു വസ്തുവിൽ ഉടമസ്ഥാവകാശം ഉണ്ടാക്കുക അല്ലെങ്കിൽ പങ്കുണ്ടാക്കുക. കച്ചവടം നടത്താൻ വേണ്ടിയിട്ട് രണ്ട് പേര് ഒരു കാര്യത്തിൽ പങ്ക് ചേരുന്നതിനാണ് അത്. കച്ചവടങ്ങൾ നമ്മൾ കടകൾ, ഷോപ്പുകൾ അങ്ങനത്തൊക്കെ ഇതിൽപ്പെടും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഇനം. ഒന്നാമത്തെ ഇനത്തിൽ പറഞ്ഞത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഉടമസ്ഥാവകാശത്തിൽ രണ്ട് പേരുടേതായിട്ടാണ് അവകാശമുള്ളത്. അത് അവർ രണ്ടുപേരും കൂടെ വാങ്ങിയതാവാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും കൂടെ അനന്തരം മൂലം കിട്ടിയതാവാം. ഇങ്ങനെ രണ്ട് ഇനങ്ങളാണ് ഷിർക്കത്തിൽ സ്വഹീഹാകുന്നതുള്ളത്. ഇനി ഇതിൽ ലാഭം നഷ്ടം എങ്ങനെ എടുക്കുക? ഷിർക്കത്ത് കച്ചവടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഷിർക്കത്തായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ലാഭവും നഷ്ടവും എങ്ങനെ എടുക്കണം? അത് ഓരോരുത്തരും എത്രയാണോ മൂലധനം അവരുടെ ഇറക്കിയത് അതനുസരിച്ചാണ് എടുക്കേണ്ടത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ് ഇതിലുള്ളത് തൻഫസിഹു ഷിർക്കത്തു ബി മൗത്തി അഹദിഹിമ വജുനൂനിഹി. ഇതെപ്പോഴും കാണാറുള്ളൊരു ചോദ്യമാണ്. എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഷിർക്കത്ത് ഫസ്ഹായി പോവുക? നാലാമത്തെ പാരഗ്രാഫിൽ ആ റിബഹ് ഹുസ്രാൻ എന്ന് പറയുന്ന പാരഗ്രാഫിൽ രണ്ടാമത്തെ ലൈനിൽ ഒരു മധ്യഭാഗത്തായിട്ട് കാണാം. തൻഫസിഹു ഷിർക്കത്തു, ഷിർക്കത്ത് ഫസ്ഹായി പോകും ബിമൗത്തി അഹദിഹിമ വജുനൂനിഹി. രണ്ടാളിലൊരാൾ മരിക്കൽ കൊണ്ടോ രണ്ടാളിലൊരാൾക്ക് ഭ്രാന്ത് ഉണ്ടാവൽ കൊണ്ടോ ഷിർക്കത്ത് ഫസ്ഹായി പോകും. ഇതിൻ്റെ അറബി തന്നെ പഠിച്ചു വെക്കണം, ചിലപ്പോൾ പൂരിപ്പിക്കാനുണ്ടാവാറുണ്ട്. വതൻഫസിഹു ഷിർക്കത്തു ബിമൗത്തി അഹദിഹിമ വജുനൂനിഹി. മുമ്പ് പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഷിർക്കത്ത് എന്നാൽ എന്ത്? ഒരു ഖുദ്സിയായ ഹദീസ് പറഞ്ഞു. ഷിർക്കത്ത് രണ്ട് ഇനം എന്നുള്ളത് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഷിർക്കത്ത് ഫസ്ഹായി പോകുക എന്നുള്ളത് പറഞ്ഞു. മറ്റുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഒരു ഷർത്ത് ഇതിൽ പറയുന്നുണ്ട്. ശുരിത്ത ഫിഹ ലഫ്ളുൻ യദുല്ലു അലൽ ഇദ്നി ഫി തസറുഫി. ഈ ഒരു ലഫ്ള് ഷർത്താണ്. അതോ മറ്റുള്ളവർക്ക് തൻ്റെ പങ്കുകാരന് സമ്മതം നൽകിക്കൊണ്ടുള്ള ഒരു ലഫ്ള് ഷിർക്കത്തിൽ ഷർത്താണ്. അപ്പോൾ ഷിർക്കത്തിൽ ഷർത്താണ് എന്തെന്ന് ചോദിച്ചാൽ
മറ്റേ പങ്കുകാരന് അല്ലെങ്കിൽ ഷിർക്കത്ത് ചെയ്യുമ്പോൾ കൂടെയുള്ള ആളുകൾക്ക് സമ്മതം നൽകിക്കൊണ്ടുള്ള ഒരു ലഫ്ദ് ഷർത്താണ്. ഇനി മൂന്നാമത്തെ പാഠം അൽ വഖഫു. വഖഫ് എന്നാൽ എന്ത്? ഹുവ ഹബ്സു മാലിൻ യുംകിനുൽ ഇന്തിഫാഉ ബിഹി മഅ ബഖാഇ ഐനിഹി ബിമൻഇ തസറുഫി ഫി റഖബതിഹി അലാ മസ്റഫി മുബാഹിൻ മൗജൂദി. ചുരുക്കി പറയുകയാണെങ്കിൽ തടി അവശേഷിക്കലോട് കൂടെ ഉപകാരമെടുക്കാൻ കഴിയുന്ന ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം തടഞ്ഞു വയ്ക്കലാണ് വഖഫ് എന്ന് പറഞ്ഞാൽ ആ വസ്തു നമ്മൾ ഉപയോഗിച്ചാൽ അത് കഴിഞ്ഞു പോകാൻ പാടില്ല, തീർന്നു പോകാൻ പാടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സോപ്പ് വഖഫ് ചെയ്താൽ സോപ്പിൻ്റെ ഉപയോഗം കുളിക്കുക അല്ലെങ്കിൽ അലക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുന്ന സമയത്ത് അത് തീർന്നു പോകും. അല്ലെങ്കിൽ ഒരു ചന്ദനത്തിരി വഖഫ് ചെയ്താൽ അതിൻ്റെ ഉപയോഗം അത് കത്തിക്കലാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് തീർന്നു പോകും. ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ തീർന്നു പോകുന്ന സാധനം വഖഫ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഉപകാരമെടുക്കുന്ന സമയത്ത് തടി അവശേഷിക്കുന്ന ഒരു വസ്തു അതിൻ്റെ ഉടമസ്ഥാവകാശം തടഞ്ഞു വെക്കലാണ് വഖഫ്. ഈ ഉടമസ്ഥാവകാശം തടഞ്ഞു വെക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പിന്നീട് വിൽക്കാനോ വാങ്ങാനോ മറ്റു ഇടപാടുകൾ നടത്താൻ സാധിക്കുകയില്ല. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് അവിടെ വരുന്നുണ്ട്. ഇദാ മാത്തൽ മുസ്ലിമു ഇൻഖത അമലുഹു എന്ന് പറഞ്ഞിട്ട്, അഥവാ ഒരു മുസ്ലിം മരണപ്പെട്ടാൽ അവൻ്റെ എല്ലാ അമലുകളും മുറിഞ്ഞു പോകും, 3 ഒഴികെ. ആ 3 ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ സ്വദഖത്തുൻ ജാരിയ, ഇൽമുൻ യുൻതഫഉ ബിഹി, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു എന്ന് പറഞ്ഞാൽ ജാരിയായ സ്വദഖ, ഉപകാരമുള്ള ഇൽമ്, തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ. ഈ 3 കാര്യങ്ങളല്ലാത്ത എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും അല്ലെങ്കിൽ മുറിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അഥവാ നമ്മൾ മരിച്ച് ഖബറിൽ കടക്കുമ്പോഴും നമുക്ക് കൂലി പ്രതിഫലം ലഭിക്കാനുള്ള 3 കാര്യങ്ങൾ ആണത്. കാരണം നമ്മൾ നിസ്കാരം, നോമ്പ് നോൽക്കൽ, മറ്റ് ഖുർആൻ ഓതൽ ഇതൊക്കെ നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടും, ചെയ്തതിൻ്റെ കിട്ടും. പിന്നെ മരിച്ചത് ശേഷവും പ്രതിഫലം വന്നുകൊണ്ടേ ഇരിക്കണമെങ്കിൽ ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഇനി വഖഫിൻ്റെ റുക്കിനുകൾ 4 വാക്കിഫ്, മൗഖൂഫുൻ അലൈഹി, മൗഖൂഫുൻ സീഗ. അത് നിർബന്ധമായും പഠിച്ചു വെക്കുക. പിന്നെ വഖഫ് ശരിയാവണമെങ്കിൽ ഒരു ഷർത്തുണ്ട്. വഖഫ് ശരിയാകണമെങ്കിൽ ഒരു ഷർത്തുണ്ട്, സീഗ എന്നുള്ള, അഥവാ സീഗ വേണം. മുകളിൽ പറഞ്ഞ സീഗ, ഈ സീഗ എന്താണെന്നുള്ളത് പറയുന്നുണ്ട്. അഥവാ ഞാൻ വഖഫ് ചെയ്യുന്നു, ഈ ഭൂമി വഖഫ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പള്ളിയാണെങ്കിൽ ഞാനിത് പള്ളിയാക്കി എന്ന് പറഞ്ഞാൽ മതി, വഖഫ് ആക്കി എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം പള്ളി വഖഫേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. പള്ളിയാണെങ്കിൽ അവിടെ വഖഫ് എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ത്? കാരണം പള്ളി വഖഫ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അന്നൽ മസ്ജിദ ലാ യകൂനു ഇല്ലാ വഖഫൻ. അതുപോലെ വഖഫിനുള്ള ഷർത്തുകളാണ് തഅബീദ് ഷർത്താണ്. അപ്പോൾ തഅഖീദ് ശരിയാവുകയില്ല എന്ന് പറഞ്ഞാൽ എന്നേക്കും ഉള്ളതായിരിക്കണം. ഒരു കാലം വെച്ചിട്ട് ഒരു മാസത്തിന് 2 ആഴ്ചക്ക് എന്ന് പറഞ്ഞ് പറ്റില്ല. അതുപോലെ തൻജീസ് വേണം, നിരുപാധികം വേണം, ഒന്നുമായി ബന്ധപ്പെടുത്തി പറ്റില്ല. അപ്പോൾ മഴ പെയ്താൽ ഞാൻ വഖഫ് ചെയ്യും അങ്ങനെ പറയാൻ പറ്റില്ല, നിരുപാധികമായിരിക്കണം. അപ്പോൾ തഅബീദ്, തൻജീസ് ഈ 2 കാര്യങ്ങൾ വഖഫിൽ ഷർത്താണ്. എന്നേക്കുമായിരിക്കലും നിരുപാധികമായിരിക്കലും. ഇനി അവസാന ഭാഗത്തൊരു പോയിന്റ് പറയുന്നുണ്ട്, വലാ യുബാഉ മൗഖൂഫുൻ ലിഅന്ന മിൽക്കൽ മൗഖൂഫി യന്തഖിലു ഇലല്ലാഹ്. വഖഫ് സാധനങ്ങൾ കച്ചവടം ചെയ്യാൻ പറ്റില്ല, വിൽക്കാനും വാങ്ങാനും പറ്റില്ല. കാരണം എന്ത്? അതാണ് ചോദ്യം. വഖഫ് കച്ചവടം ചെയ്യാൻ കഴിയില്ല, കാരണം എന്ത്? കാരണം ലിഅന്നൽ മിൽക്ക, കാരണം അതിൻ്റെ മിൽക്ക്, അൽ മൗഖൂഫി വഖഫ് ചെയ്യപ്പെടുന്നതിൻ്റെ മിൽക്ക്, ഉടമസ്ഥാവകാശം, യന്തഖിലു ഇലല്ലാഹ് അത് അള്ളാഹുവിലേക്ക് നീങ്ങുന്നതാണ്. അപ്പോൾ വഖഫ് ചെയ്ത സാധനത്തിൻ്റെ അവകാശം അള്ളാഹുവിലേക്ക് നീങ്ങുന്നതാണ്. അതുകൊണ്ട് അത് കച്ചവടം ചെയ്യാൻ കഴിയില്ല. 4ാമത്തെ പാഠം അൽ വസിയ്യത്തു. വസിയത്ത് എന്നാൽ എന്ത്? തബറുൻ ബിഹക്കിൻ മുലാഫിൻ ലിമാ ബഅദൽ മൗത്തി, അഥവാ മരണശേഷത്തേക്ക് ചേർത്തിക്കൊണ്ട് ഒരു വസ്തുവിനെ വെറുതെ കൊടുക്കുന്നതാണ് വസിയത്ത്.
ദാനം ചെയ്യുന്നതാണ് വസിയത്ത്. എപ്പോഴാണ്? മരണശേഷത്തേക്ക് ചേർത്തിക്കൊണ്ട്. ഇത് സുന്നത്ത് മുഅക്കദയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസ് അവിടെ ഉണ്ട്, കുറച്ച് വലുതായതുകൊണ്ട് മറ്റുള്ള ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത് പഠിക്കുക. അത് പഠിക്കാൻ വലിയ വലിയ ഹദീസുകളും ആയത്തുകളൊക്കെ വരുമ്പോൾ നമ്മൾ അത് പഠിക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുന്നതിന് പകരം മറ്റുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളും പ്രധാനപ്പെട്ടതും പഠിച്ചതിന് ശേഷം അത് പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ സമയം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്തായാലും വസിയത്തിൻ്റെ റുക്കിനുകൾ 4 മൂസി, മൂസ ലഹു, മൂസ ബിഹി, സീഹ. അതുപോലെ ഒരു അനന്തരാവകാശിക്ക് വഖഫ് ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള അനന്തരാവകാശികളുടെ സമ്മതം വേണം. ഒരു അനന്തരാവകാശിക്ക് വഖഫ് ചെയ്യണമെങ്കിൽ, ശരിയാവണമെങ്കിൽ എന്താണ് ഷർത്ത്? ബാക്കിയുള്ള അനന്തരാവകാശികളുടെ സമ്മതം വേണം. അതുപോലെ തന്നെ ഈ വഖഫ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വസിയത്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയേ പറ്റുള്ളൂ. മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി വസിയത്ത് ചെയ്യാൻ പാടില്ല. അതുപോലെ ഫലാ യസുഹുൽ കബൂലു ഖബ്ല മൗത്തിൽ മൂസി, എൻ്റെ അറബി പഠിച്ചു വെക്കാവുന്നതാണ്. ഫലാ യസുഹുൽ കബൂലു, കബൂൽ ശരിയാവുകയില്ല, ഖബ്ല മൗത്തിൽ മൂസി, അഥവാ വസിയത്ത് ചെയ്ത ആൾ മരിക്കുന്നതിന് മുമ്പ് ഇത് സ്വീകരിക്കാൻ പാടില്ല വസിയത്ത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് പറയുന്നത്, 3 കൂടുതൽ വസിയത്ത് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ വസിയത്ത് ശരിയാവുകയില്ല. എപ്പോൾ? വലാ തസിഹുൽ വസിയത്ത് ഫി സായിദിൻ അലാ സുലുസിൻ, 3 കൂടുതൽ വസിയത്ത് ശരിയാവുകയില്ല. ഇൻ റദ്ദഹു വാരിസുൻ, ഒരു അനന്തരാവകാശി അതിന് തടസ്സം നിന്നാൽ. നേരത്തെ പറഞ്ഞത് ഒരു അനന്തരാവകാശിക്ക് തന്നെ വസിയത്ത് ചെയ്യണമെങ്കിൽ മറ്റ് അനന്തരാവകാശികളുടെ സമ്മതം വേണം. ഇവിടെ പറഞ്ഞത് ആർക്ക് വസിയത്ത് ചെയ്യുകയാണെങ്കിലും 3 കൂടുതൽ വസിയത്ത് ചെയ്യണമെങ്കിൽ അവിടെ അനന്തരാവകാശിയുടെ തടസ്സം ഉണ്ടാവാൻ പാടില്ല, റദ്ദ് ഉണ്ടാവാൻ പാടില്ല. ഇനി ഒറ്റൊരു പോയിന്റും കൂടെ അതിൽ നമുക്ക് പറയാം. വതബ്തുൽ വസിയ്യത്തു ബിറുജൂഇൻ അനിൽ വസിയ്യത്തി, അഥവാ വസിയത്ത് ബാത്തിലാകും എപ്പോൾ? ചോദ്യമാണ്, വസിയത്ത് ബാത്തിലാകും എപ്പോൾ? ബിറുജൂഇൻ അനിൽ വസിയ്യത്തി, വസിയത്തിൽ നിന്ന് മടങ്ങൽ കൊണ്ട്. ഒരാൾ വസിയത്ത് ചെയ്തു എന്ന് പറഞ്ഞു, അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ അത് തിരിച്ചു പറഞ്ഞു, ഞാൻ വസിയത്ത് ചെയ്തത് ക്യാൻസലാക്കി അല്ലെങ്കിൽ ഒഴിവാക്കി, ഞാൻ വസിയത്ത് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം ആ വസിയത്തിൽ നിന്ന് മടങ്ങിയാൽ ആ വസിയത്ത് അവിടെ ബാത്തിലായി. 5-ാമത്തെ പാഠം ഇഖ്റാർ. ഇഖ്റാർ എന്നാൽ എന്ത്? ഇഖ്ബാറു ശഖ്സി ബിഹഖിൻ അലൈഹി, ഒരു വസ്തു, ഒരു മറ്റൊരാളുടെ അവകാശം നമ്മുടെ അടുത്തുണ്ട് എന്ന് അറിയിക്കലാണ് ഇഖ്റാർ. മറ്റൊരാളെ അറിയിക്കുക, അവൻ്റെ അവകാശം നമ്മുടെ അടുക്കലുണ്ടെന്ന് അറിയിക്കുക. അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഇഅ്തിറാഫ്. അതുപോലെ അവിടെ ഒരു ഹദീസ് പഠിക്കാവുന്നതാണ്. ഓദുയ ഉനൈസു അലംബ്രഅത്തി ഹാദാ ഫഇൻ ഇഅ്തറഫത് ഫർജുംഹാ, ഉനൈസെ നീ ആ സ്ത്രീയുടെ അടുക്കൽ പോവുക, അവൾ സമ്മതിച്ചാൽ അവളെ എറിഞ്ഞു കൊല്ലുക. ഇവിടെ സമ്മതം എന്ന വാക്ക് ഇഅ്തറഫത്ത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇഅ്തിറാഫ് എന്ന് സമ്മതത്തിന് പറയാം. അപ്പോൾ ഇഖ്റാറിൻ്റെ മറ്റൊരു പേരാണ് ഇഅ്തിറാഫ്. അപ്പോൾ ഹദീസിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ റുക്കിനുകൾ, ഇഖ്റാറിൻ്റെ റുക്കിനുകളും 4 മനസ്സിലാക്കേണ്ട ഒരു കാര്യം. വസിയത്തിൻ്റെ റുക്കിനുകളും 4, വഖഫിൻ്റെ റുക്കിനുകളും 4, ഇഖ്റാറിൻ്റെ റുക്കിനുകളും 4. ആ 4 ഏതൊക്കെ? മുക്കിർ, മുക്കിറുൻ ലഹു, മുക്കറും ബിഹി, മുക്കിർ, മുക്കറുൻ ലഹു, മുക്കറും ബിഹി, സീഹ. പിന്നെ ഈ പാഠത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അൽ മുക്കറു ബിഹി ലർബാനി. മുക്കറു ബിഹി 2 വിധമുണ്ട്. ഒന്ന് ഹക്കുല്ലാഹി, 2 ഹക്കുൽ ആദമി. ഹക്കുല്ലാഹി, ഹക്കുൽ ആദമി എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ബാധ്യത, മനുഷ്യരുമായിട്ടുള്ള ബാധ്യത. അപ്പോൾ ഈ അള്ളാഹുമായിട്ടുള്ള ഹക്കാവുമ്പോൾ, ഹക്കുല്ലാഹി ആണെങ്കിൽ അതിൽ നിന്ന് മടങ്ങാൻ സാധിക്കും, ഇഖ്റാർ മടങ്ങാൻ സാധിക്കും. എന്നാൽ മനുഷ്യനുമായിട്ടുള്ള ഹക്കാണെങ്കിൽ, ഹക്കുൽ ആദമിയാണെങ്കിൽ അതിൽ നിന്ന് മടങ്ങാൻ സാധിക്കുകയില്ല, മടങ്ങൽ ശരിയാവുകയില്ല. അതുപോലെ മറ്റൊരു വിഷയം ഇവിടെ വിട്ടുപോയത്, ഇഖ്റാർ ആരിൽ നിന്നാണ് സ്വീകരിക്കുക? മുക്കല്ലഫുൻ മുഖ്താരിൻ, ഒരു മുക്കല്ലഫായ മുഖ്താറായ ആളിൽ നിന്ന്, അഥവാ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഇഷ്ടം പ്രവർത്തിക്കുന്നവരിൽ നിന്നാണ് ഇഖ്റാർ സ്വീകരിക്കുക. അപ്പോൾ കുട്ടിയിൽ നിന്ന് സ്വീകരിക്കൂല, ഭ്രാന്തനിൽ നിന്ന് സ്വീകരിക്കൂല, അല്ലെങ്കിൽ നിർബന്ധിപ്പിച്ച് പറയിപ്പിക്കുന്നതിൽ നിന്ന് സ്വീകരിക്കൂല. മുക്കല്ലഫ് മുഖ്താർ എന്നുള്ള മനസ്സിലാക്കി വെക്കുക.
ആറാമത്തെ പാഠം അത്തമസ്സുകു ബിൽ മദ്ഹബി, മദ്ഹബിനെ പിടിക്കുക. അഥവാ മദ്ഹബുകൾ നമുക്കറിയാലോ, 4 മദ്ഹബുണ്ട്. ആ 4 മദ്ഹബാണ്, ഒരുപാട് മദ്ഹബുകൾ വന്നിട്ടുണ്ടെങ്കിലും ആ 4 മദ്ഹബാണ് നമ്മുടെ എല്ലാ ഷർത്തുകളും. ഒരു മദ്ഹബാകണമെങ്കിലുള്ള ഷർത്തുകൾ ഈ പാഠത്തിൽ പറയുന്നുണ്ട്. ആ ഷർത്തുകളൊക്കെ യോജിച്ചുള്ള 4 മദ്ഹബാണുള്ളത്. ആ 4 ഏതെങ്കിലും ഒരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ്. ആർക്കാണ് നിർബന്ധം? ഫസ്റ്റ് ചോദ്യം അതാണ്. മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ് ആർക്ക്? മുജ്തഹിദല്ലാത്ത എല്ലാ മുക്കല്ലഫിനും മദ്ഹബ് നിർബന്ധമാണ്. മുജ്തഹിദല്ലാത്ത എല്ലാ മുക്കല്ലഫിനും മദ്ഹബ് നിർബന്ധമാണ്. ഇനി 4 മദ്ഹബിൻ്റെ ഇമാമുകളെ പറയുന്നുണ്ട്. ഷാഫി ഇമാമ്, അതുപോലെ മാലിക്കി മദ്ഹബ്, ഹനഫി മദ്ഹബ്, ഹംബലി മദ്ഹബ്. ഇങ്ങനെ മദ്ഹബുകൾ 4 അത് കൂടുതൽ വിശദമായി പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഈ മദ്ഹബുകൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് തഖ്ലീദ്, എന്താണ് തഖ്ലീദ് എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്. എന്താണ് തഖ്ലീദ്? ഹുവ അഖ്ദു ഖൗലിൽ മുജ്തഹിദി മിൻ ഗൈരി മഅരിഫത്തി ദലീലിഹി, തെളിവൊന്നും അറിയാതെ തന്നെ മുജ്തഹിദിൻ്റെ വാക്ക് സ്വീകരിക്കുക, അതാണ് തഖ്ലീദ്. തഖ്ലീദ് എന്നാൽ എന്ത്? തെളിവൊന്നും അറിയാതെ തന്നെ ഒരു മുജ്തഹിദിൻ്റെ വാക്ക് സ്വീകരിക്കലാണ് തഖ്ലീദ്. ഈ തഖ്ലീദിന് ഷർത്തുകളുണ്ട്. എങ്ങനെയായിരിക്കണം? ആ സ്വീകരിക്കുന്ന മദ്ഹബ് മുദവ്വനായിരിക്കണം. മുദവ്വൻ എന്നാൽ ക്രോഡീകരിക്കപ്പെട്ടതായിരിക്കണം. 2, അതിൻ്റെ മസ്അലയുടെ ഷർത്തുകളൊക്കെ നമ്മൾ ഹിഫ്ള് ചെയ്യണം, സൂക്ഷിക്കണം, സംരക്ഷിക്കണം. 3, റുഖ്സ മാത്രം പിന്തുടരാൻ പാടില്ല. റുഖ്സ എന്ന് പറഞ്ഞാൽ ഇളവുകൾ, അഥവാ ഒരു മദ്ഹബിൽ കുറച്ച് ഇളവുള്ളൊരു കാര്യം മറ്റൊരു മദ്ഹബിൽ ഇളവുണ്ടാവില്ല. എന്നാൽ അതേ വേറൊരു കാര്യം ഈ മദ്ഹബിൽ കുറച്ച് സിമ്പിളായിരിക്കും. അപ്പം അങ്ങനെ സിമ്പിൾ മാത്രം എടുത്ത് ഇങ്ങനെ ഓരോ മദ്ഹബ്, നമ്മൾ ഇഷ്ടമുള്ള മദ്ഹബ് ഇങ്ങനെ എടുത്തു പോകാൻ പാടില്ല. 4, 2 മദ്ഹബുകളുടെ വാക്ക് ഒരുമിച്ച് കൂട്ടി രണ്ടാളും പറയാത്തൊരു പുതിയ കാര്യം ഉണ്ടാക്കാൻ പാടില്ല. ഷർത്തുകളാണ്, 4 ഷർത്തുള്ളത്. 1, ക്രോഡീകരിക്കപ്പെട്ടതായിരിക്കണം. 2, ഷുർത്തുകൾ ഹിഫ്ള് ചെയ്യണം. 3, റുഖ്സ സ്വീകരിക്കാൻ പാടില്ല. 4, 2 മദ്ഹബും കൂടി പുതിയൊരു മദ്ഹബ് നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. പിന്നെ അവസാന പോയിന്റ് പറയുന്നുണ്ട്, അൽ ഖാരിജു അനിൽ മദാഹിബി ളാല്ലുൻ. അത് ചിലപ്പോൾ പൂർത്തിയാക്കാൻ ഉണ്ടാവാറുണ്ട്. തമ്മീം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. മദ്ഹബുകളിൽ നിന്ന് പുറത്തു പോയവൻ ളാല്ലുൻ, അത് അക്രമമാണ്, അതിക്രമമാണ്. ഇനി 7ാമത്തെ പാഠത്തേക്ക് നോക്കുകയാണെങ്കിൽ നിക്കാഹ് എന്നാൽ എന്ത്? അത് അഖ്ദുൻ യതളമ്മനു ഇബാഹത വത്ഇൻ ബിലഫ്ളി ഇൻകാഹിൻ ഔ തസ്വീജിൻ, തസ്വീജിൻ്റെയോ ഇൻകാഹിൻ്റെയോ ലഫ്ള് കൊണ്ട് വത്ഇനെ ഹലാലാക്കുന്ന ഇടപാട്, അതാണ് നിക്കാഹ്. അപ്പോൾ അത് പഠിച്ചു വെക്കുക. പിന്നെ അതുപോലെ നിക്കാഹിൻ്റെ ഫായിദകൾ പഠിച്ചു വെക്കണം. അതെല്ലാ പേപ്പറിലും കാണാറുള്ള ചോദ്യമാണ്. ഇത്തിബാ സുന്ന, ഹിഫ്ളുദ്ദീൻ, ബഖാ ഉന്നസ്. അതിൻ്റെ അറബിയും പഠിക്കുക, അതിൻ്റെ അർത്ഥങ്ങൾ. സുന്നത്തിനെ പിൻപറ്റുക, അഥവാ നബിചര്യയെ പിൻപറ്റുക. ദീന് സംരക്ഷിക്കുക, നമ്മുടെ പാരമ്പര്യം നിലനിർത്തുക. ഇങ്ങനെ 3 ഫായിദകളാണ് ഇവിടെ എണ്ണിയിട്ടുള്ളത്. പിന്നെ ആർക്കാണ് നിക്കാഹ് സുന്നത്ത്, ആർക്കാണ് കറാഹത്ത് എന്നൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ നിർബന്ധവും വരുന്നുണ്ട്, അതും പറയാം. അപ്പോൾ വത്ഇന് ആവശ്യമുള്ളവനും അഥവാ സംയോഗത്തിന് ആവശ്യമുള്ളവനും ചിലവ് കൊടുക്കാൻ കഴിവുള്ളവനുമായ ആൾക്ക് നിക്കാഹ് സുന്നത്താണ്. അഥവാ അവൻ വത്ഇന് ആവശ്യമുണ്ട്, ചിലവ് കൊടുക്കാൻ കഴിവുമുണ്ട്, അങ്ങനെയാണെങ്കിൽ സുന്നത്താണ്. ഇത് രണ്ടുമില്ലെങ്കിൽ കറാഹത്താകും. വത്ഇന് ആവശ്യമില്ല, ചിലവ് കൊടുക്കാനോ കഴിവുമില്ല, അങ്ങനെ ആകുമ്പോൾ അത് കറാഹത്താണ്. ഇനി നിർബന്ധമാകുന്നൊരവസരം വരുന്നുണ്ട്. അത് സുന്നത്തായൊരു കാര്യം നമ്മൾ നേർച്ചയാക്കിയാൽ നിർബന്ധമായി. ഒരാൾ നിക്കാഹ് കഴിക്കാൻ നേർച്ചയാക്കി, അപ്പോൾ അതവന് നിർബന്ധമായി. പിന്നെ എങ്ങനെയുള്ള പെണ്ണിനെയാണ് നിക്കാഹ് കഴിക്കാൻ ഏറ്റവും ഉത്തമം? ദയ്യിനത്തായ, നസീബത്തായ, ജമീലത്തായ, ബിക്റായ, വലൂദായ, ഗൈറു ഖറാബത്തിൻ കരീബത്തായ എന്ന് പറഞ്ഞാൽ ദീനുള്ള, തറവാടിത്തമുള്ള, ഭംഗിയുള്ള, കന്യാചർമ്മം അഥവാ ബിക്റായ, കന്യകയായ, പിന്നെ വലൂദ്, ഒരുപാട് പ്രസവിക്കുന്നവളായ, അതുപോലെ അടുത്ത കുടുംബക്കാരി അല്ലാത്തവരെയാണ് ഏറ്റവും ഉത്തമം. പിന്നെ ആരെ നിക്കാഹ് ചെയ്യുന്നതാണ് കറാഹത്ത്? സിനയിൽ നിന്നുണ്ടായ ഒരു പെണ്ണിനെ, അല്ലെങ്കിൽ ഫാസിക്കായ ഒരു തമ്മാടിയുടെ മകളെ ഒക്കെ നിക്കാഹ് ചെയ്യൽ കറാഹത്താണ്. അതുപോലെ നിക്കാഹിൻ്റെ സമയത്ത് ഇത് ദീനിനെ സംരക്ഷിക്കാനാണെന്ന് കരുതൽ സുന്നത്തുണ്ട്.
അതുപോലെ നിക്കാഹ് പള്ളിയിൽ വെച്ച് ആവല് സുന്നത്തുണ്ട്, വെള്ളിയാഴ്ച ആവല് സുന്നത്തുണ്ട്. അതുപോലെ പകലിൻ്റെ ആദ്യ ഭാഗത്താവല്, ഷവ്വാൽ മാസത്തിലാവല്, ഇങ്ങനെയൊക്കെ നിക്കാഹിൻ്റെ സുന്നത്തുകളാണ്. അപ്പം നിക്കാഹ് എപ്പോൾ ആവലാണ് സുന്നത്തെന്ന് ചോദിച്ചാൽ രാവിലെ വെള്ളിയാഴ്ച പള്ളിയിൽ വെച്ചാവലൊക്കെ സുന്നത്താണ് ഷവ്വാൽ മാസത്തിൽ. അന്നദുറു ഇലൽ അജാനിബ് എന്ന 8ാമത്തെ പാഠം, അന്യരിലേക്ക് നോക്കൽ. അത് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ അന്യരിലേക്ക് നോക്കൽ ഹറാമാണ്. യഹ്റുമു അല റജുലി തഅമ്മുദ് നദ്രി ഷൈഇൻ മിൻ ബദനി അജ്നബിയ്യത്തിൻ ഇദാ ബലഗത് ഹദ്ദൻ തുസ്തഹ. അതോ വികാരം ജനിപ്പിക്കുന്ന ഒരു പ്രായമെത്തിയ അന്യ സ്ത്രീയിലേക്കാവട്ടെ പുരുഷനിലേക്കാവട്ടെ മനഃപൂർവ്വം നോക്കൽ ഹറാമാണ്. പുരുഷന് സ്ത്രീയിലേക്ക് നോക്കൽ ഹറാമാണ്, സ്ത്രീക്ക് പുരുഷനിലേക്ക് നോക്കലും ഹറാമാണ്. വേറൊരു കാര്യം, ലൈസ മിനൽ ഔറത്തി സൗത്തു, സൗത്ത് ഔറത്തിൽ പെട്ടതല്ല, ശബ്ദം ഔറത്തിൽ പെട്ടതല്ല. ശബ്ദം കേൾക്കാം, പക്ഷേ ഒരു ഷർത്തുണ്ട്. ഫലാ യഹ്റുമു സമാഉഹു ഇല്ലാ ഇൻ ഖശിയ മിൻഹു ഫിത്നതൻ അവിൽ തദ്ബിഹി. ഒരു ഫിത്നയെ ഭയപ്പെടുകയോ അല്ലെങ്കിൽ ആ ശബ്ദം കൊണ്ടൊരു സുഖമെടുക്കൽ ഉണ്ടാവുകയോ ചെയ്യാത്ത സമയത്തൊക്കെ കേൾക്കൽ ഹറാമില്ല. അപ്പം അങ്ങനെ വന്നാൽ ഹറാമായി എന്നർത്ഥം. പിന്നെ മഹ്റമായ ആളുകളുടെ മുട്ടുപൊക്കിൻ്റെ അടിയിലില്ലാത്ത സ്ഥലങ്ങളിലേക്ക് തൊടുക നോക്കുക എന്നുള്ളതൊന്നും ജായിസിൽപ്പെട്ടതാണ്. പിന്നെ അതുപോലെ ഇലാജിന് വേണ്ടി മറ്റുള്ളവരെയൊന്നും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒരു അന്യരുമായിട്ട് ഇലാജിന് വേണ്ടി, ഇലാജ് എന്ന് പറഞ്ഞാൽ പരിശോധിക്കാൻ, പരിശോധനയ്ക്ക് വേണ്ടി, ചികിത്സയ്ക്ക് വേണ്ടി നോക്കൽ ഹലാലാണ്. എന്നാൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഇത് എപ്പോഴും ഹുക്മ ചോദിക്കാനുണ്ടാവാറുണ്ട്. തഹ്തജിബുൽ മുസ്ലിമത്തിൻ വുജൂബൻ അൻ കാഫിറത്തിൻ, കാഫിറത്തായ പെണ്ണിൽ നിന്ന് മുസ്ലിമത്തായ പെണ്ണ് അവളുടെ ഔറത്ത് മറയ്ക്കൽ വിധി നിർബന്ധമാണ്. അതുപോലെ 2 പുരുഷന്മാർ ഒരു വിരിപ്പിൽ നഗ്നരായിട്ട് കിടക്കൽ ഹറാമാണ്. അതുപോലെ 10 വയസ്സായാൽ കുട്ടിയെ ഉപ്പായിൽ നിന്ന് ഉമ്മയിൽ നിന്ന് അല്ലെങ്കിൽ സഹോദരിമാരിൽ നിന്ന് തിരിച്ച് അഥവാ കിടപ്പറയിൽ നിന്ന് വിട്ടുകടത്തൽ നിർബന്ധമാണ്. പിന്നെ അന്യ സ്ത്രീക്ക് ഒരു പുരുഷൻ മുസാഫഹത്ത് അഥവാ കൈ കൊടുക്കൽ, ഷെയ്ക്ക് ഹാൻഡ് നൽകൽ ഹറാമാണ്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ കുറേ വിധികൾ പറയുന്നുണ്ട്, അതൊക്കെ മനസ്സിലാക്കി വെക്കണം. വിധികൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1 മുതൽ 8 വരെയുള്ള പാഠങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ ഡെഫിനിഷൻസ് പഠിക്കാനുള്ളതുണ്ട്. വദിഅത്ത് എന്നാലെന്ത്, ഷിർക്കത്ത് എന്നാലെന്ത്, വഖഫ് എന്നാലെന്ത്, വസിയത്ത് എന്നാലെന്ത്, ഇഖ്റാർ എന്നാലെന്ത്, തഖ്ലീദ് എന്നാലെന്ത്, നിക്കാഹ് എന്നാലെന്ത്. ആ 7 പാഠത്തിലും ഓരോ ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് ഒരു 3ഓ 4ഓ ചോദിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ റുക്നുകൾ പറയുന്ന ഭാഗമുണ്ട്. അത് ഇഖ്റാറിൻ്റെ റുക്നുകൾ 4 പറയുന്നുണ്ട്, വസിയത്തിൻ്റെ റുക്നുകൾ 4 പറയുന്നുണ്ട്, വഖഫിൻ്റെ റുക്നുകൾ 4 പറയുന്നുണ്ട്, ഷിർക്കത്ത് 2 ഇനം ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തഖ്ലീദ് മുഖറുബി 2 ആണെന്ന് പറയുന്നുണ്ട്. തഖ്ലീദിൻ്റെ ഷർത്തുകൾ 4 പറയുന്നുണ്ട്. ഇത്തരം എണ്ണം പഠിക്കാനുള്ള കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക. എന്തായാലും ചോദ്യങ്ങളുണ്ടാവും. അതുപോലെ വിധികൾ പറയുന്നത് ഹറാമ്, ഹലാല്, കറാഹത്ത് എന്ന് പറയുന്ന ഭാഗങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക. അതും ചോദ്യങ്ങളുണ്ടാകും. പിന്നെ നിക്കാഹിൻ്റെ ഫായിദകളെന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ചെറിയ ചെറിയ ഹദീസും ആയത്തുകളൊക്കെ നിർബന്ധമായും പഠിക്കുക. വലുത് പഠിക്കാൻ കഴിയുന്നവരൊക്കെ പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.